once again welcome to my video blog AjayTechTips. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനിന്ന് വന്നത് ഒരു അടിപൊളി ന്യൂസ് ആയിട്ടാണ്. വാട്സപ്പിന്റെ വീഡിയോ കോളിംഗ് ഫെസിലിറ്റി, അതായത് ഗ്രൂപ്പ് കോളിംഗ്, അതായത് വീഡിയോ കോൺഫറൻസിങ് 4 പേരിൽ നിന്ന് 8 പേരിലേക്കായി മാറി. നല്ലൊരു സന്തോഷമുള്ള വാർത്തയല്ല അത്. അപ്പൊ അതെങ്ങനെയാ ചെയ്യാന്നുള്ള ട്യൂട്ടോറിയലൊക്കെ ഈ വീഡിയോയുടെ ബാക്കിൽ വരുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ഈ കോവിഡ് കൊറോണ കാലമായതുകൊണ്ട് ആകെ എല്ലാവരും ബോറിങ്ങിലാണ്, ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ ആയിട്ട്. അപ്പൊ ഈ കമ്പനീസൊക്കെ കൂടുതലായിട്ട് വീഡിയോ കോളിംഗ് ചെയ്തപ്പോൾ സൂം പോലെയുള്ള ആപ്പ് അവരധികം ആൾക്കാർ കേട്ടിട്ടും കൂടി ഉണ്ടായിരുന്നില്ല. എനിക്കൊക്കെ ആദ്യം അറിയായിരുന്നു. ആ ഒരു ആപ്പ് ഇപ്പം അടിച്ചു കയറി. അപ്പം ഫേസ്ബുക്കിന് വെറുതെ നോക്കിയിരിക്കാൻ പറ്റില്ല, കാരണം സുഖറാണ് ആള് മോശമല്ല, ആള് പുലി തന്നെയാണ് ആള്. അപ്പൊ പുള്ളി എന്ത് ചെയ്തു വെച്ചാല് ഫേസ്ബുക്ക് മെസ്സഞ്ചറില് 50 പേരെ വരെ ഹോൾഡ് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് വേർഷൻ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ വീഡിയോ കോൺഫറൻസിങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ ഇനി ട്യൂട്ടോറിയലിൽ ചെയ്യേണ്ടതാണ്. ഇതിപ്പോ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വാട്സപ്പിലും 4 പേരായിരുന്നു ആദ്യം വീഡിയോ കോൺഫറൻസിങ് നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നത്, വീഡിയോ കോൾ ചെയ്യാൻ പറ്റിയിരുന്നത്. അത് 8 പേരാക്കിയിട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും മൊബൈലിലെ സ്ക്രീനൊക്കെ ഫുള്ളായി. അപ്പൊ ഞാനിപ്പോ 4 പേരെ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. കാരണം നമ്മുടെ ഇപ്പൊ 2 എന്റെ സിം തന്നെയാണ്, പിന്നെ നമ്മൾ വേറെ സുഹൃത്തിനെയും വിളിച്ചു. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഈ നമ്മളിപ്പോ 8 പേരായിട്ടാണ് ഒരു വീഡിയോ കോൺഫറൻസിങ് ചെയ്യണമെന്ന് വെച്ചാൽ 8 പേര് നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാവണം. ഗ്രൂപ്പ് അഡ്മിൻ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈ വീഡിയോ കോൺഫറൻസിങ് കോള് നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഹോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ 8 പേര്, 4 അല്ലെങ്കിൽ 8 പേര്, എത്ര പേരാണ്, മാക്സിമം 8 പേരാണ്. ഈ 8 പേരും അവരുടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ആദ്യം ഫസ്റ്റ് പോയിന്റ് അതാണ്. അത് ബീറ്റ വേർഷൻ ആയിരിക്കണം, അത് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഈ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ വീഡിയോ കോൺഫറൻസിങ് തുടങ്ങാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എറർ കാണിക്കും. കാരണം നമുക്ക് ആ വീഡിയോയിൽ കാണാം, നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ അത് കാണാം. കാരണം എന്താ വെച്ചാൽ അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ കോള് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ഈ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കട്ടായി പോയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ കോള് ചെയ്യുമ്പോൾ മൈക്കിന്റെ പെർമിഷൻ കോളിങ്ങിനെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഈ റെക്കോർഡിംഗ് അവിടെ, അതായത് സ്ക്രീൻ റെക്കോർഡിങ്ങിന്റെ വോയിസ് അവിടെ സ്റ്റോപ്പ് ആവും. അതുകൊണ്ട് നമ്മളത് ചെയ്യുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അത് മിസ്റ്റേക്ക് അല്ല, അത് ടെക്നിക്കൽ ആയിട്ട് അങ്ങനെ പോണതാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ എത്ര പേരാണോ വീഡിയോ കോൾ ചെയ്യേണ്ടത് അവരോട് ആദ്യം തന്നെ ആൻഡ്രോയിഡ് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറയാം. ബീറ്റ വേർഷനിലാണ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ബീറ്റ തന്നെ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ യൂസ് ചെയ്ത 3 ഫോണും ബീറ്റയാണ്. ബീറ്റ തന്നെയാണ് നല്ലത്, കാരണം പുതിയ അപ്ഡേറ്റ്സ് നമുക്ക് അതിൽ കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, സാധാരണ ഒരാൾ തുടങ്ങിയ ഒരു ആപ്പായിരുന്നു വാട്സപ്പ്. അതിൽ ചെറിയ ചെറിയ അപ്ഡേറ്റ് ആയിട്ട് പോകുമ്പം ഫേസ്ബുക്ക് അത് അങ്ങ് പർച്ചേസ് ചെയ്തു. അതിനുശേഷം വാട്സപ്പിന്റെ രാശിയം വരുന്നു. ഇപ്പൊ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ്. ഇനിയിപ്പോ വാട്സപ്പ് പേയ്മെന്റും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു ബാങ്ക് പോലെയായില്ലേ വാട്സപ്പ്. ഇനിയിപ്പം ജിയോയും വാട്സപ്പും കൂടെ, അതായത് ഫേസ്ബുക്കും കൂടെ ടൈപ്പ് ആവാണ്. അതായത് സുക്കർബർഗും അംബാനിയും കൂടെ ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ജിയോന്റെ ഷെയർ വാങ്ങി സുക്കർബർഗ്. അപ്പൊ എന്താ ഒരു പ്ലാൻ വെച്ചാൽ വാട്സപ്പ് ത്രൂ നമുക്ക് ജിയോ മാർട്ട് എന്നൊക്കെ സാധനം പർച്ചേസ് ചെയ്യാം, ജിയോയില് റീചാർജ് ചെയ്യാം. അങ്ങനത്തെ ഉള്ള ഐഡിയ ഒക്കെ ഉണ്ട് എന്നാണ് നമ്മൾ കേട്ടത്. അപ്പൊ അത് റൂമേഴ്സ് ആണോ അല്ലയോ എന്ന് അറിയില്ല. പക്ഷെ അവർ ഒന്നായിട്ടുണ്ട് ഷെയർ. അതിന്റെ ബേസിൽ കുറെ പേർക്ക് നെറ്റ് ഫ്രീ ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ ന്യൂസ് വന്നിട്ടുണ്ട്. അതൊക്കെ ഫേക്ക് ആണ്. അതിലേക്ക് നിങ്ങൾ പോകേണ്ട. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം. കോൾ ചെയ്യണമെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മാത്രമല്ല, നമ്മൾ ആരൊക്കെയാണോ ഈ ഇതിൽ ഈ വീഡിയോ കോളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അവരും എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. അതിലൊരു 8 പേര് വേണം, അവർ അപ്ഡേറ്റ് ചെയ്യണം. ഞാൻ ഇപ്പോൾ 2 or 3 അത് എന്റെ അക്കൗണ്ട് വെച്ചിട്ട് തന്നെ ആയിരിക്കും ഞാൻ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ളവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ അറിയില്ല. അപ്പൊ ഞാനൊരു ഗ്രൂപ്പിൽ അത് എങ്ങനെയാണ് നിങ്ങൾക്ക് കോൾ ചെയ്യുക എന്നുള്ളത് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം കേട്ടോ ഈ കോൾ പ്ലസ് ബട്ടൺ ഒരു കാണിക്കും ഗ്രൂപ്പിന്റെ മേലെ റൈറ്റ് സൈഡിൽ. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്റെ തന്നെ വേറെ 2 നമ്പേഴ്സ് ഉണ്ട്, ജിയോ, അജയ്, എയർടെൽ. അതുൽ മിക്കവാറും അപ്ഡേറ്റഡ് ആയിരിക്കും. ഇങ്ങനെ നോക്കാം, കോൾ ചെയ്ത് നോക്കാം.
എങ്ങനെയാണ് നമ്മൾ വീഡിയോ കോൾ ചെയ്യുക. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.